വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഇതൊരു വേക്കൻസി നോട്ടിഫിക്കേഷൻ ആണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ, ഈ കൈകളിലേക്ക് എത്തുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത്? കൂടുതൽ പേരിലേക്ക് അത് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്, വേറൊരു കാര്യം ഉദ്ദേശിച്ചല്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അഡ്മിഷന്റെ ലിങ്ക് അതായത് KVS, NVS, EMRS, അതുപോലെ തന്നെ LPUP ലോങ് ടേം, CTET, ഫിഷറീസ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ, RRB ടീച്ചർ എന്നിവയിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓരോ ലിങ്കുകളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അന്വേഷിക്കാവുന്ന, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന 7736750473 നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചോ വാട്സ്ആപ്പ് മെസ്സേജുകളിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ആദ്യമേ ഞാൻ പറയട്ടെ, ഗോവ പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങളത് അറിയാമായിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്തുള്ള ഒരു സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗോവയിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് പലതരം പോസ്റ്റുകളിലേക്ക് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഭാഷയുടെ ഒരു പ്രശ്നമൊക്കെ പറയുന്നുണ്ട്, അത് വ്യക്തമായിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ അത് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് gpsc.goa.gov.in എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സിലേക്കോ, അല്ലെങ്കിൽ ജസ്റ്റ് ഗോവ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് കൊടുത്താൽ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഈ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് ചെല്ലുക. റിക്രൂട്ട്മെന്റിൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഈ അഡ്വർടൈസ്മെന്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് 8A അഡ്വർടൈസ്മെന്റ് നമ്പർ 8A year 2025 എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. അത് ഡൗൺലോഡ് ചെയ്താൽ മതി. അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഈ ഒരു ലെവലിലായിരിക്കും വരുന്നത്. ഗോവ പബ്ലിക് സർവീസ് കമ്മീഷൻ അഡ്വർടൈസ്മെന്റ് നമ്പർ 8A year 2025 പബ്ലിഷ്ഡ് 15/8/2025. ഓക്കെ, അത് ലാസ്റ്റ് ഡേറ്റ് ഫില്ലിംഗ് അബൌട്ട് ദ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 29/8/2025 ആണ് കേട്ടോ. ഈ മാസം 29-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് രണ്ടാമതായിട്ടൊരു കാര്യം പറയണേ, ഇൻ കേസ് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് വിത്ത് ദ നോളേജ് ഓഫ് കൊങ്കണി, ദ ഗോവ പബ്ലിക് സർവീസ് കമ്മീഷൻ may recommend candidates if otherwise found it fit and their requirements can be relaxed by the government on the recommendation of the Goa Public Service Commission if the government is of the opinion that is necessary to expend it so to do in case of Group A posting professional college and consideration the Directorate of the Health Service എന്ന് പറഞ്ഞവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് അത് എങ്ങനെയാണ് അയക്കേണ്ടത്, ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കിവിടെ നോക്കാം. അതായത് ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടേഴ്സ് ടീച്ചർ ഗ്രേഡ് 1. അതില് ഇംഗ്ലീഷ് 11 പോസ്റ്റ്, 7 അൺറിസർവ്ഡ്, 1 ST, 2 OBC, 1 EWS. ഹിന്ദി 8 പോസ്റ്റ്, 3 അൺറിസർവ്ഡ്, 1 SC, 1 ST, 3 OBC. മറാത്തി, ഫ്രഞ്ച്, കൊങ്കണി അത് നമ്മൾ നോക്കണ്ട. അടുത്ത ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി 7 പോസ്റ്റ്, 4 അൺറിസർവ്ഡ്, 1 SC, 2 OBC. ജിയോഗ്രഫി 7 പോസ്റ്റ്, 4 അൺറിസർവ്ഡ്, 1 ST, 1 OBC, 1 EWS. സോഷ്യോളജി അതുപോലെ തന്നെ 5 പോസ്റ്റ്, സൈക്കോളജി അതുപോലെ തന്നെ 5 പോസ്റ്റ്. ഇന്നലെ എന്നോട് കുറച്ച് പേര് സൈക്കോളജിയെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പൊ സൈക്കോളജി ഇവിടെ 5 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, 3 അൺറിസർവ്ഡ്, 1 OBC, 1 EWS. അതുപോലെ തന്നെ എക്കണോമിക്സ് 9 പോസ്റ്റ്, പിന്നെ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് 4 പോസ്റ്റ്, സെക്രട്ടറിയൽ പ്രാക്ടീസ് ഉണ്ട്. ഫിസിക്സ് 8 പോസ്റ്റ് ഉണ്ട്, കെമിസ്ട്രി 8 പോസ്റ്റ് ഉണ്ട്, ബയോളജി 6 പോസ്റ്റ്, മാത്തമെറ്റിക്സ് 10 പോസ്റ്റ്. ഓക്കെ, ടോട്ടൽ 111 പോസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ടോട്ടൽ 111 പോസ്റ്റ് ആണ്. ഓക്കെ, അതിൽ 2 പോസ്റ്റ് PWD കാൻഡിഡേറ്റിന്
റിസർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ മാസ്റ്റർ ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഇക്വലന്റ് ഫ്രം ദ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. സബ്ജക്ട് സ്പെസിഫൈഡ് ബിലോ റെലവന്റ് പോസ്റ്റ് ഗിവൺ എബോവ് ആൻഡ് ബാച്ചലർ എഡ്യൂക്കേഷൻ BEd, അതായത് PG പ്ലസ് BEd ആണ് കേട്ടോ. PG പ്ലസ് BEd അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി 45% ഇക്വലന്റ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓഫ് ദ BEd, അതായത് 45% മാർക്കോടി BEd അഗ്രിഗേറ്റും ചെയ്യാവുന്നതാണ്. പിന്നെ നോളജ് ഓഫ് മറാത്തി അതൊരു ഡിസൈറബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോ ഇഷ്യൂസ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല, ജസ്റ്റ് ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് അയക്കുവാനും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അപ്ലൈ ഓൺലൈൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ അപ്ലൈ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺലൈൻ പോർട്ടലിലേക്ക് പോകും. അപ്പൊ എങ്ങനെയാണ് ലോഗിൻ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ രജിസ്റ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. നിങ്ങളുടെ ഫുൾ നെയിമും യൂസർ നെയിമും ഇമെയിലും മൊബൈലും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെയും ഇവിടെ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനിൽ കൊടുത്തിരിക്കുന്നത് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 45 വയസ്സാണ് കേട്ടോ. മാക്സിമം ഏജ് എന്ന് പറയുന്നത് 45 ആണ്. ലാസ്റ്റ് ഡേറ്റ് 28/9/2025 ആണ്. ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോസ്റ്റുകളുടെ എല്ലാം മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 45 വയസ്സാണ് കേട്ടോ. ഓക്കെ, ഇനി ഗോവയിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ റിലാക്സേഷൻ ഗവൺമെന്റ് നോംസ് അനുസരിച്ച് കിട്ടുന്നതായിരിക്കും. അല്ലാതെ നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് എന്ന് പറയുന്നത് 45 വയസ്സാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അവിടെയും അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഗോവ പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാംസിന്റെ സ്കീം കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന നോൺ ടീച്ചിങ്ങിനും അതുപോലെ തന്നെ ടീച്ചിങ്ങിനുമായിട്ടുള്ള എക്സാമിന്റെ സ്കീംസും കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ സമയം അധികരിക്കും എന്നുള്ള ഒരു ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ മാത്രം, അഡ്വർടൈസ്മെന്റ് മാത്രം ഞാനിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ടെന്ന് കരുതുന്നു. കാരണം വീണ്ടും വന്ന് കമന്റ് സെക്ഷനിൽ ചോദിക്കരുത് ഏജ് എത്ര, ക്വാളിഫിക്കേഷൻ എന്ത്. PG പ്ലസ് BEd ആണ്. ഓക്കെ, PG പ്ലസ് BEd ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സെറ്റോ സീറ്റോ നെറ്റോ ഒന്നും തന്നെ ഇവിടെ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ PG പ്ലസ് BEd ആണ്. PGക്ക് 50% മാർക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആകുമ്പോഴത്തേക്ക് 45% മതി. ഏജ് 45 വയസ്സാണ്. സാലറി എന്ന് പറയുന്നത് 7th പേ കമ്മീഷൻ 8th ലെവൽ ഓഫ് 8th പേ മാട്രിക്സ് ആണ്. ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് വരുന്ന സാലറിയുമാണ്. ഓക്കെ, ഇത്രയാണ് ബേസിക്. ടോട്ടൽ 111 പോസ്റ്റ് എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതെല്ലാം പോസ്റ്റിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷനിലുണ്ട്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇത് gpsc.gov.in എന്ന് പറയുന്ന സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടെന്ന് കരുതുന്നു. അപ്പൊ ഇത്ര കാര്യങ്ങളെ ഇതിനെപ്പറ്റി സംസാരിക്കാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ വിളിച്ചോ, എന്താ പറയുക, കമന്റ് സെക്ഷനിലൂടെ സംശയമായിട്ടോ ചോദിക്കുക. ഈ പറഞ്ഞതിനെ കുറിച്ചല്ല, അല്ലാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്. ഈ പറഞ്ഞതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്ന് പലപ്പോഴും കമന്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. ജസ്റ്റ് വീഡിയോയുടെ അടിയിൽ ഒന്നൊരു കമന്റ് ആണ് ക്വാളിഫിക്കേഷൻ. ഫസ്റ്റ് ആ വീഡിയോയിൽ ഒന്നാമത് പറയുന്ന സെന്റൻസ് തന്നെ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. അതുപോലെ നോക്കാതെയാണ് പലരും വന്ന് ഈ കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ദയവ് ചെയ്ത് വീഡിയോ മുഴുവനും കാണുക, താല്പര്യമുള്ളവർ. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. 28ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.